ദൈവത്തിൻ്റെ ധന്യമേറിയ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇയ്യോബിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുന്നുവെങ്കിൽ, ഈ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുന്നു എങ്കിൽ, ആ വാക്യം ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യൻ നിന്റെ അന്വേഷണത്തിങ്കൽ ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് അല്പം അധികമായി ഇനിയും നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കണമെന്നും, ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ ശരിയായ ദൈവത്തിങ്കലാകുന്നുവോ ആ മനുഷ്യൻ അന്വേഷിക്കുന്നതെന്നുള്ള ബോധ്യതയും കൊടുത്തുകൊണ്ടും, ഒരു ദൈവങ്ങളിലും വിശ്വസിക്കാത്ത ഏതെങ്കിലും തത്വസംഹിതകളിൽ മാത്രം വിശ്വസിക്കുന്ന മനുഷ്യനോട്, അല്ലയോ സ്നേഹിത, നിനക്ക് ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുവാൻ കഴിയുമോ എന്നുള്ള ന്യായമായൊരു ചോദ്യത്തിൻ്റെ ബന്ധത്തിലും ഈ വാക്യം മനുഷ്യനോട് വിസ്തരിക്കുക. ഈ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുക എന്നത് ഒരു മനുഷ്യൻ ദൈവത്തെ തിരിച്ചറിയുന്ന വിധങ്ങളുടെ ഒരവസ്ഥയാണ്. ഞാൻ ചിന്തിച്ചു, ഈ ദൈവത്തെ മനുഷ്യൻ തിരിച്ചറിയുന്നത് എപ്രകാരമാകുന്നു? എൻ്റെ വ്യക്തിപരമാകുന്ന പഠനത്തിങ്കൽ ഒരു മനുഷ്യൻ ദൈവത്തെ തിരിച്ചറിയുന്ന വിധങ്ങളിൽ ഒന്ന്, ഈ ഉലകത്തിൽ, ഈ ഭൂമിയിൽ ജനിച്ച സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ആ മനുഷ്യൻ്റെതാകുന്ന കുടുംബത്തിൽ അവൻ്റെ രക്ഷകർത്താക്കൾ ആരാധിക്കുന്ന, ആചരിക്കുന്ന ദൈവത്തിങ്കലേക്ക് ആ വ്യക്തിക്ക് പാരമ്പര്യമായി ലഭിക്കുന്ന അറിവിങ്കൽ മനുഷ്യൻ ഒന്നാമതായി ദൈവത്തെ തിരിച്ചറിയും. 2, ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ പ്രശ്നഭങ്കുരമാകുന്ന ഒരു ജീവിത സാഹചര്യം. അങ്ങനെ മനുഷ്യൻ പ്രശ്നപരിഹാരത്തിന് വേണ്ടി തൻ്റെ സാമ്പത്തികം, തൻ്റെ സമയം, തൻ്റെ ബുദ്ധി, തൻ്റെ സാമർഥ്യം, വിവിധ സാഹചര്യങ്ങളുടെ ബന്ധത്തിൽ തൻ്റെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ ദൈവത്തെ തിരിച്ചറിയുന്നു. മൂന്നാമതായി, പ്രശ്നത്തിൻ്റെ പരിഹാരങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മനുഷ്യൻ ദൈവത്തെ തിരിച്ചറിയുന്നത്. ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ അവനിൽ എപ്പോഴും ആനന്ദമുണ്ടാകണമെന്നാണ് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം. ആനന്ദത്തിന് പല വിധത്തിലുള്ള വഴികളുണ്ട്. തെറ്റായ വഴികളുമുണ്ട്, ശരിയായ വഴികളുമുണ്ട് ആനന്ദത്തിന്. എന്നാൽ 100ൽ 80% മനുഷ്യരും തങ്ങളുടെ ജീവിതം ധന്യമാകുവാൻ തെറ്റോ ശരിയോ എന്നുള്ള വസ്തുത ശ്രദ്ധിക്കാറില്ല. അവരവർക്ക് ആനന്ദകരമാകുന്ന ജീവിതം മാത്രം ഉണ്ടായാൽ മതി. നേട്ടങ്ങൾ ഉണ്ടാകേണ്ടതിനായി, നേട്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കേണ്ടതിനായി ദൈവത്തെങ്കിലേക്ക് മനുഷ്യൻ തിരിച്ചറിയുന്ന വിധത്തെയും കുറിച്ച് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നു. 4മതായി ഞാൻ പരിശോധിക്കുമ്പോൾ ഈ പുറകിൽ പറയപ്പെട്ട 3 തിരിച്ചറിവുകളുടെ ബന്ധത്തിൽ ഈ 3 കാര്യങ്ങളിലും ചില ആവശ്യങ്ങൾ അവന് സംഭവിക്കണമെന്നതിൻ്റെ ബന്ധത്തിൽ ദൈവത്തെ തിരിച്ചറിയുന്നതായി കാണുന്നു. എന്നാൽ 4മത്തുള്ള വസ്തുത വിസ്തരിക്കുമ്പോൾ ഇവിടെ ചിലർ ദൈവത്തെ തിരിച്ചറിയുന്നത് ഒരു വിശ്വാസ പ്രമാണത്തിൻ്റെ ബന്ധത്തിലല്ല. അതായത്, ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട കുടുംബം, എൻ്റെ മാതാവും പിതാവും കാണിച്ചു തന്ന ഒരു ദൈവിക വിശ്വാസ മാർഗമായതിൻ്റെ ബന്ധത്തിൽ പാരമ്പര്യമായി ഞാനൊരു അറിവുണ്ടാക്കിയെടുക്കുന്നു എന്നതല്ല. മറിച്ച് എൻ്റെ പ്രശ്നത്തിന് മേൽ പരിഹാരം നൽകിയ ഈ ദൈവം എന്നതിൻ്റെ ബന്ധത്തിൽ പ്രശ്നപരിഹാരകൻ എന്ന നിലയിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞ വിധവുമല്ല. നേട്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ, ആ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിവുള്ള, നേട്ടം നൽകുവാൻ, ആനന്ദം നൽകുവാൻ കഴിവുള്ള ദൈവം എന്നതിൻ്റെ ബന്ധത്തിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞതുമല്ല. മറിച്ച് അവൻ ജനിച്ചു വളർത്തപ്പെട്ട സാഹചര്യത്തിൽ, അവൻ്റെ പ്രായത്തിൻ്റെതാകുന്ന ഈ ജീവിത സാഹചര്യങ്ങളിൽ സ്വതവേ ചിന്തിക്കുവാൻ, പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ള പ്രായത്തിങ്കൽ അവൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ അവൻ കണ്ടെത്തിയ, അവൻ മനസ്സിലാക്കിയ ദൈവിക വിശ്വാസങ്ങളെ പലപ്പോഴും പലവിധത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത് ശരിയാണോ, അത് ശരിയാണോ,
ഇവിടെ ഇന്നത്തെ മതവിശ്വാസങ്ങളിൽ ദൈവിക നാമങ്ങളിൽ ഒന്നും വിശ്വസിക്കാതെ ഇതെല്ലാം കെട്ടുകഥയാകുന്നു, ഇതെല്ലാം അസത്യമാകുന്നു, ഇതൊക്കെ ശരിയല്ലാത്ത ദൈവിക മാർഗങ്ങളാകുന്നു എന്നുള്ളതാകുന്ന വിധികൾ ഈ ദൈവിക നാമങ്ങളിൽ നൽകിക്കൊണ്ട് നിരീശ്വര ചിന്തയിൽ ജീവിക്കുന്ന ചിലരെ സംബന്ധിച്ച് അവരുടേതാകുന്ന നിരീശ്വര ചിന്തയിൽ മറ്റുള്ള ദൈവിക വിശ്വാസത്തിലായിരിക്കുന്നവരുടെ ഉള്ളിലേക്ക്, ചിന്തകളിലേക്ക് ഈ ദൈവം ശരിയല്ല, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ശരിയല്ല എന്ന ഒരു ബോധ്യത കൊടുക്കുവാൻ വേണ്ടി ഇവർ നിരീശ്വര ചിന്തയിൽ ദൈവത്തെ കൂടുതൽ അറിഞ്ഞ് ആ ദൈവം ശരിയല്ലെന്ന് പ്രസ്താവിക്കപ്പെടുവാൻ വേണ്ടി ചിലർ ദൈവത്തെ തിരിച്ചറിയും. ചുരുക്കത്തിൽ ദൈവമില്ല എന്ന് പ്രസ്താവിക്കപ്പെടുവാൻ, അത് ബോധ്യപ്പെടുത്തുവാൻ ദൈവത്തെ തിരിച്ചറിയുന്നു. എന്താ? ഒരറിവിന് വേണ്ടി മാത്രം. ആ ദൈവിക വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടാക്കി മറ്റൊരു മനുഷ്യനോട് അത് പ്രസ്താവിക്കണം, ഈ ദൈവം ശരിയല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ഒരു ക്രൈസ്തവനായി ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിക്കുന്നവൻ ക്രൈസ്തവനായി അവൻ മുന്നോട്ട് പോകണമെന്നില്ല. അവൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ മറ്റ് ഇതര മതവിഷയത്തിലെങ്കിൽ മതവിശ്വാസത്തിലേക്ക് മനുഷ്യനെത്തപ്പെടാൻ സാധ്യതകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരാധിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ നാമം ശരിയായ ദൈവിക നാമമാണോ എന്ന് പരിശോധിക്കുവാൻ ഒരു ചോദ്യം, ഒരു ബോധ്യം നൽകാൻ ഒരു ദൈവവിശ്വാസി എന്ന നിലയിൽ നിങ്ങളോട് ചോദിക്കുന്നു. അല്ലയോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവവിശ്വാസിയാകുന്നെങ്കിൽ, ഇല്ല നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കാത്ത ഒരു മനുഷ്യനാകുന്നെങ്കിൽ, എൻ്റെ ന്യായമായൊരു ചോദ്യം, സകലത്തിൻ്റെയും ഉടമസ്ഥനായ, സകലത്തിൻ്റെ മേൽ അധികാരമുള്ള, സകലത്തെയും നിർമ്മിക്കപ്പെട്ട, ഈ സകലത്തെയും നിയന്ത്രിക്കുന്ന, ഈ പ്രകൃതിയെയും ഇവിടുത്തെ സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന മനുഷ്യനിവിടെ ഉണ്ടാകുന്നതിന് മുമ്പേ, ഈ ഭൂമിയൊക്കെ ഇവിടെ നിർമ്മിക്കപ്പെടുന്നതിന് മുമ്പേയൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ദൈവത്തിൻ്റെ കരമില്ലയോ? ആകിയാൽ പ്രിയപ്പെട്ടവരെ, നിൻ്റെ ആരോഗ്യം, നിൻ്റെ വിദ്യാഭ്യാസ തലം, നിൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലങ്ങൾ ഒക്കെയും നിനക്ക് ഏറ്റവും നേട്ടം തരുന്നുവെങ്കിലും നിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിന് മുൻപാകെ നീ ശരിയായ ദൈവിക വിശ്വാസത്തെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലാതെ ജീവിക്കുന്ന മനുഷ്യനായാൽ, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വാക്യത്തിൽ, മനുഷ്യ നീ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ, നിൻ്റെ ജീവനെ നഷ്ടമാക്കിയാൽ നിനക്കെന്ത് ഫലമെന്നാൽ എന്നത്, നീ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ സത്യമായ ദൈവത്തെ തിരിച്ചറിയുവാൻ നിനക്ക് കഴിയാത്ത പക്ഷം എല്ലാവരും മരിക്കുന്ന പോലെ നീയും മരിച്ചടക്കപ്പെട്ട് അവസാനം കുറിപ്പിക്കുന്നു എന്നതിൻ്റെ ഭാഷ്യത്തിൽ മാത്രം നീ ബോധ്യപ്പെട്ട് ജീവിക്കുകയല്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഉലകത്തിൽ ദൈവങ്ങളേറെയുണ്ടെങ്കിലും സർവശക്തനാകുന്ന യാഹ് എന്നറിയപ്പെടുന്ന, യഹോവ എന്നറിയപ്പെടുന്ന ജീവനുള്ള ഒരു ദൈവത്തെക്കുറിച്ച് പ്രസ്താവിക്കപ്പെടുമ്പോൾ ഈ ദൈവത്തെപ്പോലെ സവിശേഷതയും വിശേഷതയും ദയവും കരുണയും ഒക്കെ ഉള്ളതാകുന്ന, ചരിത്രപരമാകുന്ന തെളിവുകളാകുന്ന, സത്യങ്ങളാകുന്ന, മിഥ്യയല്ലാത്ത, കഥകളല്ലാത്ത ആ സത്യമാകുന്ന ഈ ദൈവത്തെ ഇവിടെ എനിക്ക് ഈ മാധ്യമത്തിൽ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്കിത് അവഹേളനമായോ, നിങ്ങൾക്കെന്നെ വിധിപ്പാനോ ഒരു സാധ്യത ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സ്നേഹിത, ഒരല്പം ചിന്തിക്കൂ. ഈ ദൈവമാകുന്നു സത്യമായ ദൈവം. ഈ ദൈവം സത്യമാകുന്ന ദൈവമെന്ന് എൻ്റെ വിശ്വാസത്തിൽ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇത് ശരിയോ തെറ്റോ എന്ന് പരിശോധിച്ച് കണ്ടെത്തേണ്ട ഒരു ബോധ്യത നിങ്ങളിൽ ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടെ മാത്രമാകും. അല്ല, എൻ്റെ ദൈവം ശരിയെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്ന ഒരു മാനസിക തലത്തിലേക്ക്, ഒരു ചോദ്യത്തിലേക്ക്, ഒരു പ്രശ്നഭംഗരമാകുന്ന ഒരവസ്ഥയിലേക്ക് എൻ്റെ ആശയം നിങ്ങളിൽ എത്തിക്കുന്നതല്ല. മറിച്ച് ഈ ഉലകത്തിൽ ദൈവങ്ങളുടേതാകുന്ന പല നാമങ്ങളും ഈ ഉലകത്തിലുണ്ടെങ്കിലും ഒരേ ഒരു ഏക സത്യമാകുന്ന, ഒരേ ഒരു ദൈവമാകുന്ന യഹോവ എന്നറിയപ്പെടുന്ന ദൈവം, അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെതാകുന്ന യാഥാർത്ഥ്യമാകുന്ന ഈ ബൈബിൾ വിശദമാക്കുന്ന വിവരണങ്ങൾ അത് ബോധ്യപ്പെടുന്ന നിങ്ങൾക്ക് മനസ്സിലാകും ഇതിലേതാകുന്നു യാഥാർത്ഥ്യമാകുന്ന ദൈവം. ഞാൻ തിരിച്ചറിഞ്ഞു, യാഥാർത്ഥ്യമാകുന്ന ദൈവം ഇതാകുന്നു. അതുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെയും ഈ സർവശക്തനായ ദൈവത്തെക്കുറിച്ച് നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തുന്നു. ഞാനൊരിക്കൽ ഇന്ന് പ്രസ്താവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിലല്ലാതിരുന്നു. എന്നാൽ ഇന്ന് ഈ ശരിയായ ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്
എന്നിൽ സംഭവിച്ചപ്പോൾ ഇനി എൻ്റെ മരണം വരെയും എൻ്റെ ശരീരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നത് വരെയും ഇതാകുന്നു സത്യമെന്ന് പറയുന്ന ദൈവമെന്ന് ഞാൻ ബോധ്യപ്പെടുത്തും. ആകയാൽ സ്നേഹിതനെ, ഈ ദൈവത്തിലേക്ക് വരുവാൻ നിങ്ങളെ ദയവായി ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ദൈവം നിങ്ങളെ രക്ഷിക്കുമെന്നുള്ള എൻ്റെ വാക്കുകൾ ഇവിടെ പ്രസ്താവിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ വാക്കുകളായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.